ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് നല്ല സോഫ്റ്റായി അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞിട്ടുള്ള സൂചി ഗോതമ്പിൻ്റെ ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ നിന്ന് ഒരു 2 ടേബിൾ ടീസ്പൂൺ കുറച്ചിട്ട് ഉഴുന്നും അതുപോലെ 1 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്തിട്ട്, ഉലുവ അധികമായി പോകണ്ട, നമുക്ക് അറിയാം ഒരു കയ്പ്പ് രസം വരുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി കഴുകണം. അപ്പോൾ നന്നായി കഴുകണം എന്ന് പറഞ്ഞാൽ നല്ല പശ ഉണ്ടാവണമാണ്. അപ്പോൾ അത് നന്നായി കഴുകി വെള്ളം തെളിഞ്ഞ ശേഷം നമ്മൾ കുതിരാനായിട്ട് ഒരു 4-5 മണിക്കൂർ സമയം കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ആ കുതിർന്ന് വന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ അരയ്ക്കണ പോലെ തന്നെ ഒരു പിടി ചോറും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് പൊങ്ങാനായിട്ട് ഒരു 6-7 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിന് നന്നാവുമെങ്കിൽ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശക്ക് അരച്ച പോലെ തന്നെ നല്ല പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ദോശ പൊരിച്ചെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം, നമുക്ക് ഈ ഉപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ നെയ്യ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശ ചുട്ടാൽ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുമല്ലോ, അങ്ങനെ തൂവി കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ദോശക്ക് ചുട്ടെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, പുതുതായി വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഡോക്ടർമാർ പറയും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാമെന്ന്. സാധാരണ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മളെ വീട്ടിലും ഷുഗറുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കാൻ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിനേക്കായും ഒന്നും കൂടെ നമ്മുടെ ഈ സൂചി ഗോതമ്പാകുമ്പോൾ, അപ്പോൾ സൂചി ഗോതമ്പ് കഞ്ഞി വെച്ചാലൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ കഴിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മളെ സോഫ്റ്റായിട്ട് നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശയായി ചുട്ടെടുത്താൽ അവർക്കും ഇത് രാവിലെ ആയാലും വൈകിട്ടായാലൊക്കെ കഴിക്കാൻ നമുക്ക് കലക്കി ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ നടക്കൂട്ടാ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നിയോ അതല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ മസാല, അങ്ങനെ സാമ്പാർ ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി കുട്ടികൾക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കനം കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.